ഹലോ, അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം വീട്ടിലെല്ലാവർക്കും അസുഖമൊക്കെ ആയിരുന്നു, പിന്നെ ഞാനും കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. പക്ഷേ ട്രേഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇൻഡെപ്തായിട്ട് പല കാര്യങ്ങൾ പഠിക്കാനോ നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ഒരു ടൈം ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് പറയുന്ന കാര്യമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന്. പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാ ടോപ്പിക്കുകളും അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ബേസിക്കലി എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റോക്ക് മോക്കിനകത്തുള്ള ഒരു പുതിയൊരു ഫീച്ചറിനെ പറ്റിയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്നത് ഒരു ബാക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ സിമുലേഷന് വേണ്ടിയും ആയിട്ടുള്ളൊരു ടൂളാണ്. നമ്മുടെ NSE, BSE അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിലൂടെയുള്ള പല രീതിയിലുള്ള ഓപ്ഷൻ ഇൻഡെക്സുകളുണ്ടല്ലോ, അതായത് സെൻസെക്സ്, നിഫ്റ്റി ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇൻഡെക്സുകൾ. അപ്പോൾ ഈ ഓപ്ഷൻ ഇൻഡെക്സുകളുടെ സിമുലേഷൻ, ഈ ഓപ്ഷൻ ഇൻഡെക്സുകൾ അനുസരിച്ച് എങ്ങനെയാണ് ഓപ്ഷൻ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സിമുലേഷൻ, അതിൻ്റെ തന്നെ പലതരം ഓപ്ഷൻ സ്ട്രാറ്റജികളുടെ ബാക്ക് ടെസ്റ്റിംഗ്, ഇതെല്ലാമാണ് നമുക്ക് ഈ സ്റ്റോക്ക് മോക്കിൽ ചെയ്യാൻ പറ്റുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അതിനകത്ത് ഒരു പുതിയൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ജേർണി എന്ന് പറയുന്നൊരു ഫീച്ചർ. ഈ ജേർണി എന്ന് പറയുന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതോടുകൂടി ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി കിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. മുമ്പ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലായിരുന്നു. ആ ഫ്ലെക്സിബിലിറ്റിയെ കുറച്ചും കൂടെ അവർ വൈഡറാക്കി എന്നുള്ളതാണ് സത്യം. മുമ്പ് നമ്മളൊരു സ്ട്രാറ്റജി അതിനകത്ത് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ സംഭവിക്കുകയാണെങ്കിൽ ആ സെയിം സ്ട്രാറ്റജിയെ തന്നെ റീ എക്സിക്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീ എക്സിക്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. അതുകൂടി അല്ലാതെ നമുക്ക് ആ സ്ട്രാറ്റജി വേറൊരു രീതിയിൽ വേണമെങ്കിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാനൊരു കോൾ സെല്ല് ചെയ്തു. ഇത് ഒരു 25% 50% ഞാൻ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഞാൻ സെല്ല് ചെയ്തേക്കുന്ന കോൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. അതായത് മാർക്കറ്റ് റിവേഴ്സ് ഡയറക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും ആ സെയിം സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം, കോൾ സെല്ല് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു പുട്ട് സെല്ലായിരിക്കും നെക്സ്റ്റ് ഒരു ലെഗിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ നെക്സ്റ്റ് ലെഗിൽ ഈ പുട്ട് സെല്ല് ചെയ്യാൻ ആയിട്ടുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ എൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെഗിൽ അത് സെയിം സ്ട്രാറ്റജി അല്ലാതെ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ജേർണി എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. അത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡറിൽ കാണിച്ചു തരാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്ന്. സെൽ മാത്രമല്ല, ബൈ എന്നുള്ള രീതിയിലുള്ള സ്ട്രാറ്റജീസ് അവിടെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സ്ട്രാറ്റജീസും നമുക്ക് റീ എൻട്രി ലെവലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. റീ എൻട്രി ലെവലിൽ ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഓരോ എൻട്രി ചെയ്ത ലെഗുകളുടെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണ് എന്നുള്ള രീതി നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കുന്നതോടുകൂടി ആ ഒരു ലെഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രയോജനമില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു മെത്തേഡ് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാം, സ്ട്രാറ്റജിയെ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം നിങ്ങളോടത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡറിനകത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ആ പുതിയ സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ്, ആ പുതിയ സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാം, അത് ഒരു ട്രേഡേഴ്സിന് കറക്റ്റായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, വരും. അപ്പോൾ ഞാനിവിടെ stockmark.in ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് ലോഗിൻ ചെയ്യാൻ സിമ്പിളാണ്. ഈ വെബ്സൈറ്റിനകത്ത് കയറുക, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ആ സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഏതിൽ നിങ്ങൾക്ക് ഫോൺ വെച്ച് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, മൊബൈൽ ഫോൺ നമ്പർ വെച്ച് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, സാധാരണ ഒരു നോർമൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റോക്ക് മോക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഹോം പേജിൽ വരുന്ന സമയത്ത് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വരിക. അപ്പോൾ ഈ ഹോം പേജിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ആഡ് ചെയ്യുവാണ്. ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ഞാനിപ്പോൾ ആഡ് ചെയ്യുവാണ്. ഒരു സ്ട്രാഡിൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ബേസിക്കലി അതിനകത്തൊരു കോളും അതുപോലെ തന്നെ ഒരു പുട്ടും സെല്ലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിൽ ചെയ്യുക അറ്റ് ദ മണിയിൽ. അപ്പോൾ അറ്റ് ദ മണിയിൽ ഞാനിപ്പോൾ ഒരു കോൾ അതുപോലെ തന്നെ ഒരു പുട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ മണിയിൽ കോൾ പുട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഞാൻ ഈ ജേർണി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇവിടെ കണ്ടു. ഈ ജേർണിയുടെ ഫീച്ചർ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ബേസിക്കലി എൻ്റെ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാഡിലായിട്ട് ക്രിയേറ്റ് ചെയ്തു, കോളും പുട്ടും അവിടെ ഉണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം ആഡ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ജേർണി ആഡ് ചെയ്തതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുവാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25% സ്റ്റോപ്പ് ലോസ്, 25% സ്റ്റോപ്പ് ലോസ്. ഞാൻ 10:30ക്കാണ് എൻട്രി ചെയ്യുന്നത്. 10:30ക്ക് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് എന്ന് വിചാരിച്ചോളൂ. ബാങ്ക് നിഫ്റ്റി ഞാൻ 10:30ക്ക് ട്രൈ ചെയ്യുന്നു, 25% സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ 25% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് ലെഗിന്റെ ഏതെങ്കിലും ഒരു ലെഗിന്റെ 25% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ജേർണി ചോദിക്കുന്നത്. എന്ത് ആണ് നിങ്ങളുടെ ജേർണി, അത് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഹിറ്റ് ആയാൽ. അപ്പം ഞാൻ പറയും, ഞാനിവിടെ ഒരു ലെഗും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ പറയുവാണ്, അങ്ങനെ ഹിറ്റ് ആവുകയാണെങ്കിൽ, കോളിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയുന്നു നെക്സ്റ്റ് നിങ്ങൾ പുട്ട് എന്ന് പറയുന്ന സാധനം ആണ് പിക്ക് ചെയ്യേണ്ടത്, പുട്ടാണ് എടുക്കേണ്ടത്. അതിന് ഞാനവിടെ 25% സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ താഴെയും എൻ്റെ പുട്ടിന്റെ 25%, പുട്ട് സെല് ചെയ്തേക്കുന്നതിന്റെ 25% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയുന്നു അവിടെ അടുത്തതായിട്ട് നമ്മൾ എടുക്കാനുള്ളത് പുട്ടിന് പകരം കോളാണ് എടുക്കാനുള്ളത് 25%. അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, നല്ലൊരു ട്രെൻഡ് ഉണ്ട്, അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നൊരു അസംഷനിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് സ്ട്രാറ്റജി കൊള്ളാമോ ഇല്ലയോ, ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. പല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം, പല രീതിയിൽ ചേഞ്ച് ചെയ്ത് സെല്ലല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ വേണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല സെയിം സ്ട്രാറ്റജി തന്നെ ഈ പുട്ടിന് പകരം കോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തു. ഈ രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 10:30 മുതലാണ് ഞാൻ നോക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ 9:30 മുതലുള്ള സമയത്ത് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണ്. സെല്ലേഴ്സിന് യൂഷ്വലി ഫ്ലക്ച്വേഷൻ കുറവുള്ള സമയമാണ് വളരെ നല്ലതായിട്ടുള്ളത്. ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ IV കൂടുതലായിരിക്കും, ശരിയാണ്. പക്ഷേ ഒരു വി ഷേപ്പ് ഉള്ള ഫ്ലക്ച്വേഷൻസ് ആണ് കൂടുതലെങ്കിൽ അവിടെ IV ഉണ്ടെങ്കിലും കാര്യമില്ല. ഇപ്പോൾ യൂഷ്വലി 9:30 25% സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. 9:30യിൽ തന്നെ വി ഷേപ്പിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടാവുന്ന പീരീഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 10:30 ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ടൈം ഫ്രെയിം ആണെങ്കിലും വയ്ക്കാം, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഇങ്ങനെ വെച്ചു. ഞാൻ ചൂസ് ചെയ്യുന്ന പീരീഡ് ഓഗസ്റ്റ് മുതലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഒരു 1 ഇയറിലെ പീരീഡ് ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ കറണ്ട്ലി. അപ്പോൾ ഒരു 1 ഇയർ ആണ്. പിന്നെ ഒരു ക്രെഡിറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഞാനൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യുവാണ് ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഞാൻ കോളാണ്, പുട്ടാണ്, 25% ATM ആണ് എല്ലാം ട്രൈ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം കറക്റ്റ് തന്നെയാണ്. ഞാനൊന്നിവിടെ ബാക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ, സ്റ്റാർട്ട് ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യും. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് അത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണിത്. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള പ്രോഫിറ്റ് 46% ആണ്. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എക്സ്പയറി ഡേയിൽ മാത്രം ചെയ്യാനാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ എക്സ്പയറി ഡേയ്സ് 4 ദിവസം, എക്സ്പയറിക്ക് 4 ദിവസം, എക്സ്പയറിക്ക് 3 ദിവസം, എക്സ്പയറിക്ക് 2 ദിവസം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സ്പയറി ഡേ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ഡേ ടു എക്സ്പയറി ആണ്. അപ്പോൾ 0 ഡേ ടു എക്സ്പയറിയിൽ ഇതിന്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 18% ആണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ബാക്കി എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 56% ആണ് എക്സ്പെക്റ്റൻസി. അത് 65% വിന്നിങ് ആണ് ഈ സ്ട്രാറ്റജി, 35% ഡേയ്സിൽ ലൂസിങ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോർമലി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഏത് രീതിയിൽ അത് നെക്സ്റ്റ് ലെഗ് എടുക്കണം, ഏത് രീതിയിൽ നെക്സ്റ്റ് ലെഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടോ എല്ലാ മാസവും ഇത് പ്രോഫിറ്റബിൾ ആണ്. എല്ലാ മാസവും പ്രോഫിറ്റബിൾ ആണ്. ചില മാസങ്ങൾ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ഉള്ളൂ, ചില മാസങ്ങളിൽ ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ചില മാസങ്ങളിൽ വലിയൊരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, എല്ലാ മാസവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നിങ്ങളുടെ സൈക്കോളജി വളരെ വലുതായിട്ട് ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. എപ്പോഴാണ് സൈക്കോളജി അഫക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസ് വരുന്ന സമയത്താണ് സൈക്കോളജി കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക. ഈ സ്ട്രാറ്റജിക്കകത്ത് മിക്കവാറും പ്രോഫിറ്റ് ആണുള്ളത്. ഞാൻ ഈ സ്ട്രാറ്റജി റെക്കമെൻഡ് ചെയ്യുകയല്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. ഇതിനേക്കാൾ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ജേർണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ജേർണിയിലെ വേറൊരു ഫീച്ചറും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ജേർണിയുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ ചെയ്ത എല്ലാ ട്രേഡിന്റെയും, ഓരോ ട്രേഡ് ബൈ ട്രേഡിന്റെയും ഓരോ ദിവസത്തെയും ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡീറ്റെയിൽസിൽ സിമ്പിളി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് എക്സ്പയറി ഡേ ആണ്, എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടി, എത്ര ലോട്ട് സൈസിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇന്ത്യ വിക്സ് എത്രയാണ്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണും.
ഇനി ഇത് ഞാൻ അതിന്റെ ഇൻഡിവിജ്വൽ ലെഗിന്റെ പ്രോഫിറ്റ് എത്രയും നോക്കാൻ പോവുകയാണ്. ഇൻഡിവിജ്വൽ ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെഗ് കണ്ടോ, ഒരു ലെഗ് എന്ന് വെച്ചാൽ L1 എന്ന് പറഞ്ഞൊരു ലെഗ്, L1ന്റെ ചൈൽഡ് ആയിട്ടുള്ള ഒരു ലെഗ്, L2 എന്നുള്ള ലെഗ്, L2ന്റെ ചൈൽഡ് ആയിട്ടുള്ള ലെഗ്, ഇങ്ങനെ 4 ലെഗുകളാണ് ഉള്ളത്. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൈൽഡ് ലെഗ് എക്സിക്യൂട്ട് ആവും. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൈൽഡ് ലെഗ് എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണ്. അപ്പൊ ബേസിക്കലി ഇവിടെ താഴെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാനിവിടെ ഒരു ഷോ ഇൻഡിവിജ്വൽ ലെഗ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ലെഗിന്റെ കോൺട്രിബ്യൂഷൻ അവിടെ കാണിക്കും. റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെഗ് കണ്ടോ, ഈ ഫസ്റ്റ് ലെഗ് ആ ദിവസം ഫസ്റ്റ് ലെഗ് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഫസ്റ്റ് ലെഗിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് സെക്കൻഡ് ലെഗ് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇവിടെ ഈ റെഡിൽ കാണിക്കുന്ന റൈറ്റ് കാണിക്കുന്നത് അവിടെ ഒരു എക്സ്പയറിയിൽ ആണ് ഇത് സെറ്റ് ഓഫ് ആയത് എന്നുള്ളതാണ്. റെഡ് കാണിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രീന് കാണിക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആ ലെഗിലുണ്ടായി എന്നുള്ളതാണ് ഗ്രീന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ലെഗിന്റെയും ഷോ ഇൻഡിവിജ്വൽ ലെഗ് കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു സാധനം ടിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ കാണിക്കണ്ടോ 7467, അതായത് 21%. നമ്മുടെ പ്രോഫിറ്റിന്റെ 21% ഫസ്റ്റ് ലെഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഇത് ടോട്ടൽ പ്രോഫിറ്റിന്റെ 21% ഫസ്റ്റ് ലെഗ്, അതായത് നമ്മുടെ കോള് സെല് ചെയ്തു എന്നുള്ളൊരു ലെഗ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. കോള് സെല് ചെയ്ത് കഴിഞ്ഞിട്ട് കോള് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് ലെഗ്, അതായത് പുട്ട് സെല്ല് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തപ്പോൾ അതിനകത്ത് 10,000 രൂപ പ്രോഫിറ്റ് നമുക്ക് അവിടെ ആ ലെഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് 30%ഓളം പ്രോഫിറ്റിന്റെ 30%ഓളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത ലെഗ്, അതായത് L2 എന്ന് പറയുന്ന ലെഗിനകത്ത് അത് പുട്ട് സെല്ല് ഫസ്റ്റ്, അതായത് പാരന്റ് ആയിട്ടുള്ള പുട്ട് സെല്ല് ലെഗ് തന്നെ നമുക്ക് ഒരു 33% മൊത്തം പ്രോഫിറ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാ ലെഗുകളും പുട്ട് സെല്ലാണെങ്കിലും കോൾ സെല്ലാണെന്നുണ്ടെങ്കിലും അത് റീ എൻട്രി അല്ല, ബേസിക്കലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം നമ്മുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജി അനുസരിച്ചുള്ള ചൈൽഡ് ലെഗുകളും എല്ലാ ലെഗുകളും പ്രോഫിറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി നമ്മൾ ഏതെങ്കിലും രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചില ലെഗുകൾ പ്രോഫിറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതാണ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്നുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് ഒരു ദിവസം മൊത്തം ആ സ്ട്രാറ്റജി മൂവ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണിച്ചു തരും. അതിന്റെ P&L എങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ്, ആ ഒരു സ്ക്രിപ്റ്റ്, അതായത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്ത് എങ്ങനെയാണ്, നെറ്റ് പ്രോഫിറ്റ് ലോസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓരോന്നോരായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ നോക്കാം. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ മന്ത്ലി ഡെയിലി ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ട്യൂസ്ഡേയിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ വെനസ്ഡേ. ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത് വെനസ്ഡേ ആണ്. ഇപ്പോൾ വെനസ്ഡേ അതുകൊണ്ടാണ് വെനസ്ഡേയിൽ കൂടുതൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ചില ദിവസങ്ങൾ അത് ട്യൂസ്ഡേയിൽ വന്നിട്ടുണ്ട്, ഏതോ ഒരു 2 ദിവസങ്ങൾ തേഴ്സ്ഡേയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സ്ട്രാറ്റജിയുടെ വിന്നിംഗ് സ്ട്രീക്കും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്, അതായത് വിന്നിംഗ് ഡേയ്സിലെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്, ലൂസിംഗ് ഡേയ്സിലെ ആവറേജ് ലോസ് എത്രയാണ്. വലിയൊരു പ്രശ്നമില്ല, കാരണം ലൂസിംഗ് ഡേയിലെ ആവറേജ് പ്രോഫിറ്റിനെക്കാളും കൂടുതലാണ് ഇവിടെ വിന്നിംഗ് ഡേയ്സിലെ ആവറേജ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജി വളരെ നല്ല സ്ട്രാറ്റജി തന്നെയാണ്. 18% ഒരു ദിവസത്തെയാണ്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി വെനസ്ഡേയിലെ മാത്രം നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 18% റിട്ടേൺ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് ആണ്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഡെഫിനറ്റ്ലി. പക്ഷേ ഈ ബിഹേവിയർ ആണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു സ്ക്രിപ്റ്റിന് ഓരോ ബിഹേവിയർ കാണും അല്ലേ, യൂഷ്വൽ ഒരു ബിഹേവിയർ കാണും. നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാം. ഇപ്പൊ ഈ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സെൻസെക്സോ മിഡ് ക്യാപ് നിഫ്റ്റിയോ ഒക്കെ മൂവ് ചെയ്യാം. അപ്പൊ ആ ബിഹേവിയറും കൂടെ മനസ്സിലാക്കി നിങ്ങൾ ഓരോ ദിവസത്തേക്കും വേണ്ടി ഈ രീതിയിലുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ജേർണി എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സെല്ലാണ് യൂസ് ചെയ്തത്. സെല്ലിന് പകരം നിങ്ങൾക്ക് ബൈ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഈ പറയുന്ന പ്രോഫിറ്റ് ഈ സ്റ്റോപ്പ് ലോസ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് 25 അല്ല 50% ആക്കി നോക്കാം. അതല്ല ഇത് ഔട്ട് ഓഫ് ദ മണി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം.
ഈ സ്റ്റാഡിലിന് പകരം സ്ട്രാങ്കിൾ എന്നുള്ള രീതിയിൽ ഒരു ഔട്ട് ഓഫ് ദ മണി എന്നുള്ള രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മേ ബി ഒരു വെയിറ്റ് ആൻഡ് ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. അതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ. ഞാനൊരു ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഈ ജേർണി എസ്പെഷ്യലി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണി ഒരു പുതുതായിട്ട് ആഡ് ചെയ്ത ഫീച്ചറാണ്, ഇത് നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു. ഈ ഫീച്ചറിന്റെ ഗുണം ഇതാണ്, നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വന്നാൽ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ സ്വിച്ച് ചെയ്യണം എന്നുള്ളത്, ഏത് രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജി ജേർണി ചെയ്യണം, എന്താണ് നമ്മൾ അടുത്ത ജേർണി ചെയ്യാൻ വേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുള്ള ഗുണം, അതിനകത്ത് ഇൻഡിവിജ്വൽ ലെഗുകളിനകത്ത് ലോസ് ഉണ്ടെങ്കിൽ ആ ലെഗുകളെ ട്വീക്ക് ചെയ്ത് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം. അല്ലെങ്കിൽ ലോസ് മാത്രം കൊണ്ടുവരുന്ന ലെഗ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ലൊരു ഫീച്ചറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ബൈ ബൈ.